ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ റാഗി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ മുഴുവനായിട്ടുള്ള റാഗി എടുത്തിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം നല്ലപോലെ അരച്ചെടുത്തതാണ്. എന്നിട്ട് 2 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിരുന്നു. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ അരിച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ റാഗി പൗഡർ ഉണ്ടെങ്കിൽ ഇതിന് പകരം റാഗി പൗഡറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. ഇനി ഇതിലേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം ശകലം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/2 ലിറ്റർ പാല് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ശകലം വെള്ളം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട. ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കൈയെടുക്കാണ്ട് മിക്സ് ചെയ്യുക. പാല് നല്ലപോലെ ചൂടായി വരുന്ന സമയം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത കാരണം ഈ മഞ്ഞ കളറായിട്ട് വരും. ഒരു പ്രാവശ്യം നല്ലപോലെ ഒന്ന് തിളച്ച് പൊങ്ങിയാൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ടാവും. ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇത് കണ്ടോ? ഇങ്ങനെ ഒരു പ്രാവശ്യം അങ്ങ് തിളച്ച് പൊങ്ങുമ്പോഴത്തേക്ക് ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. ഇത്രയും മതി. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. ചെറിയ ചൂടിൽ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ശകലം നെയ്യ് ചേർക്കുന്നുണ്ട്. ഈ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വലിയവർക്കും വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ നെയ്യൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലാണ്ടും കുടിക്കാം കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.